കവിതാ തിയേറ്റർ എറണാകുളംകാരുടെ സിനിമ എന്ന മോഹങ്ങളെ യാഥാർത്ഥ്യമാക്കിയ ആദ്യകാല തിയേറ്ററുകളിൽ ഒന്ന്. 1970 കാലഘട്ടത്തിൽ പണിത തിയേറ്ററാണ്. ബാബു സെട്ട് എന്ന് പറഞ്ഞ ചെമ്മീൻ്റെ പ്രൊഡ്യൂസർ പണിത തിയേറ്ററാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിയേറ്റർ ഏറ്റെടുക്കുന്നത്. ആദ്യമേ തൊട്ട് കവിതാ തിയേറ്റർ എന്നാണ് പേര്. ഇത് തകഴി ഇട്ട പേരാണ്, തകഴി. പിന്നെ കുറേ തിയേറ്ററുകൾ പൂട്ടിപ്പോയി. ഇപ്പോൾ കുറേ പുതിയ തിയേറ്ററുകൾ മൾട്ടിപ്ലക്സുകൾ വന്നു, അങ്ങനെ വന്നു. ഇപ്പോൾ പടങ്ങളൊക്കെ 3 ആഴ്ച 4 ആഴ്ചക്കുള്ളിൽ ഓടുന്നില്ല, എല്ലായിടത്തും റിലീസാണ്. പണ്ടൊക്കെ ഇവിടെ മമ്മൂട്ടി പടം കണ്ടിന്യൂസ് ചെയ്യാൻ ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് ഞാൻ കളിച്ചിട്ടുണ്ട്, 2004 കാലഘട്ടത്തിൽ. അന്നത്തെ കാലത്ത് ഇവിടെ 1921 എന്ന് പറഞ്ഞ സിനിമയൊക്കെ കാണാൻ പണ്ട് തലേ ദിവസം തന്നെ ആൾക്കാർ വന്ന് ക്യൂ കയറുന്നതാണ് ഞാൻ അറിഞ്ഞത്. അന്നൊന്നും ഞാൻ ചെറുപ്പമായിരുന്നു, എനിക്കറിയില്ല. പണ്ട് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പെൺവേഷത്തിലൊക്കെ ആൾക്കാർ വരുമായിരുന്നു. ഇപ്പോൾ നരസിംഹ സിനിമയ്ക്ക് പോലീസ് പിടിച്ചിട്ടുണ്ട്. ഒരു ആൾ പെണ്ണുങ്ങളുടെ വേഷത്തിൽ വന്ന് ടിക്കറ്റ് എടുത്ത്, പെണ്ണുങ്ങൾക്ക് ആദ്യം ടിക്കറ്റ് കൊടുക്കും, ലേഡീസിന്. അതുകൊണ്ട് ലേഡീസിൻ്റെ വേഷത്തിൽ വന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നത്. അതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ റിലീസ് ശേഷം കുറവായിരുന്നു. അതുകൊണ്ടാണ്. ഇന്നൊന്നും മൊത്തം റിലീസല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും കാലഘട്ടം കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. 3 സിനിമ ഒരു കൊല്ലം കളിച്ചിട്ടുണ്ട്. 6-ാം തമ്പുരാൻ, ചന്ദ്രലേഖ, അനിത്യപ്രാവ്. എല്ലാം 100 ദിവസം 110 ദിവസം വെച്ച് ഓടി. ഇന്ന് ആ ഒരു 100 ദിവസം ഓടിയ ഓഡിയൻസ് ഒന്നും ഒരു കൊല്ലം കയറുന്നില്ല തിയേറ്ററിൻ്റെ അകത്ത്. വെട്ടി കൊണ്ടുവന്ന് റോട്ടിൽ വരുമ്പോൾ തന്നെ ആരവത്തോടുകൂടിയല്ലേ കൊണ്ടുവരുന്നത്. ചില സമയത്ത് ആനയുടെ പുറത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വെട്ടികൾ. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.